വർഷവും ആഗസ്റ്റ് 15 ചെറുക്കത്തൂര് ആനയോട്ട് നടക്കും. അപ്പൊ ആനയോട്ടിന് പോവുകയാണ്. നമ്മൾ പരിപാടിക്ക് പോവാണ്. ഞാനുണ്ട്, അമ്മ ഉണ്ട്. ആനയോട്ടിനെ കുറിച്ച് പറയും. ആനയോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനയ്ക്ക് ഊട്ടണ ഇതാണ് ആന. ആനയോട്ടിന് വന്നിരിക്കുകയാണ്. ആനയോട്ട് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഉണ്ട്. കോലി പടം കാണാൻ പോകുന്നുണ്ട്. കോലി ആനയോട്ട് പറഞ്ഞ ഈ ആനയോട്ടിൽ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കമ്മിറ്റിയുടെ വക സ്നേഹമറിയിക്കുന്നു. അതിനോടൊപ്പം ഈ ആനയോട്ട് ഔപചാരിക ഓഫീസർ മണികണ്ഠൻ സാറാണ്. അതുപോലെ ആനയോട്ടിനെ കുറിച്ച് പറയാനുള്ളത്, ഈ വർഷത്തെ ആനയോട്ട് മഴയിൽ നമ്മൾ ഗംഭീരമായിട്ട് നടത്തി. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി. എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാവരും ഉണ്ട്. എല്ലാവരും ആനയോട്ട് ഫുള്ളും മഴയിൽ മുങ്ങി നടക്കാണ്. ചളിയാണല്ലോ. ആനയോട്ട് ഫുള്ള് വെള്ളത്തിലായി. എല്ലാവരും കോടയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അടുത്ത പരിപാടിക്ക് പോവാണ്. അടുത്ത കോലി പവർ ഹൗസ്. അങ്ങനെ 11 മണിക്കുള്ള ഷോ ഞങ്ങൾ 10:50 എത്തിയിറങ്ങാണ്. ലേഡറിൽ വെച്ചിട്ടാണ്. കോലിയുടെ ഒരു കിഡിലൻ പോസ്റ്റർ. വെൽക്കം ടു ലാഡ ലാൻഡ്. ഞങ്ങൾ 4 പേര് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ലേഡറിലാണ് ഫസ്റ്റ് സ്ക്രീൻ. വളരെ നല്ല പടമാണ്. എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും കാണാൻ പറ്റും. ഫാമിലിക്ക് പറ്റും. ഫാമിലിക്ക് പറ്റിയ പടമാണോ? എല്ലാവർക്കും പറ്റും. പിന്നെ മൊത്തത്തിൽ കുഴപ്പമില്ല. ലോകേഷിന്റെ മറ്റേ പടങ്ങൾ നോക്കുമ്പോ കുറച്ച് കമ്മിയായി തോന്നുന്നുണ്ട്. ഒരു വെയിറ്റ് ഇട്ട്. BGM ഒക്കെ അടിപൊളിയായില്ലേ? BGM ചില സ്ഥലത്ത് സെറ്റ് ആയില്ല, ചില സ്ഥലത്ത് ഓക്കെ ആണ്. പാട്ടൊക്കെ സെറ്റായി. ഓക്കെ, തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയൊരു പടമാണ്. അപ്പൊ ശരി, ശരി, ബൈ ബൈ. സൂപ്പർ പടം, നല്ല പടമായിരിക്കും. അപ്പൊ ഞങ്ങള് കോലി പടം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു. പടം അടിപൊളിയാണ്. തിയേറ്ററിൽ പോയി കാണാം. അടിപൊളി പടമാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. രജനീകാന്ത് സാർ അടിപൊളിയായിരിക്കും. അതെ, എല്ലാവരും ബാഡ് കമന്റ് പറയുന്നുണ്ടെങ്കിലും സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ട പടം. എനിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൂടെ വന്നവർക്കൊക്കെ പടം ഇഷ്ടമായി. നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു പടം തന്നെയാണ്. ലോകേഷിന്റെ ഡയറക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിന്റെ BGM അത് നല്ല സ്ഥലങ്ങളിലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ലൊരു പടം തന്നെയാണ്. പിന്നെ ഒരു പഴയൊരു സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതെല്ലാം സീനൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമായി പടം. മൊത്തത്തിൽ നല്ലൊരു പടമാണ്. സാമ്പാറുണ്ട്, ചിക്കൻ ഉണ്ട്, ചോറുണ്ട്, എല്ലാം കഴിക്കി. ആനയൂട്ടും സിനിമയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇനി ഇതാ ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. നേരെ പത്തിരിപ്പാല പോകും. മങ്കരയിലെത്തി. മങ്കര എങ്ങനെയുണ്ട്? ബാംഗ്ലൂരത്തെ വിശേഷങ്ങളൊക്കെ പറയും. ബാംഗ്ലൂർ എന്താ സൂപ്പറല്ലേ? സൂപ്പറാണ്. നല്ല അടിപൊളി പ്രശാന്തമായ വെയിലുകളാണ്. തമിഴ്നാട് പിടിച്ച് ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഊട്ടി ക്ലൈമറ്റാണ്. ഊട്ടി ക്ലൈമറ്റ്. വല്യമ്മക്കാവ്, വല്യമ്മക്കാവിലെത്തി. കോട്ടായിലുള്ള വല്യമ്മക്കാവ്. അപ്പം ഇനി പോയി തൊഴുകാല്ലേ? കാവിമുണ്ടൊക്കെ എടുത്തിട്ട് വന്നിട്ട് തൊഴുതില്ലെങ്കിൽ മോശമല്ലേ? വേറെ ലെവൽ സീന്. അതാണ് വല്യമ്മക്കാവിൻ്റെ എൻട്രൻസ്. 2 സൈഡും പാടാണ്. പാടത്തിൻ്റെ ചുറ്റുള്ള ഒരു അമ്പലമാണ്. അതിനിടയിൽ ഒരാൾ ഓടി വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഓടുന്നുണ്ട്. 16/8 നാളെ ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട്. പക്ഷെ ഈ വീഡിയോ നാളെ ഇതിന് മുന്നേ ഇറങ്ങുമെന്ന് അറിയില്ല. ഫോട്ടോഷൂട്ടാണ്. ഫോട്ടോഷൂട്ട് ഞാനുണ്ടാവില്ല ആ ഫോട്ടോയില്. ഒരു വിൻറ്റേജ് വീഡിയോ ഷൂട്ടാണ്. ആള് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ വലിച്ച് പരത്തി വിടുന്നുണ്ട്.
ചായ കുടിക്കണ്ടേ? ചായ കുടിക്കാൻ വന്നിട്ട് ഒറ്റ മൈൻഡോ? എന്നിട്ട് അമ്പലത്തേക്കൊക്കെ പോയിരുന്നു. മലയുടെ മുകളിൽ നല്ല വിഷ്വൽ ബ്യൂട്ടി അല്ലേ, വിഷ്വൽ ബ്യൂട്ടി. ഇതിന്റെ ഇടയിൽ ഒരു 7-ാം നമ്പർ പോകുന്നുണ്ട് എന്നുള്ളൂ, ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഓട്ടം വീഡിയോ എടുക്കാൻ പോണ്. കമോൺ. നമ്മുടെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് പിന്നാമ്പുറ കാഴ്ച. എന്താണ് ഈ വേളയിൽ പറയാനുള്ളത്? ആർക്കും പറയാം, ഇങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം പാലക്കാട് അല്ലാണ്ട് വേറെ എവിടെ കിട്ടും? അതെ. അപ്പോൾ ഇതേപോലത്തെ ഹിഡൻ സ്പോട്ടുകൾ ഒരുപാടുള്ള സ്ഥലമാണ് പാലക്കാട്. അപ്പോൾ വരും വീഡിയോയിൽ നമ്മൾ അങ്ങനത്തെ സ്പോട്ടൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഒരു ചേച്ചി ചാക്കയറ്റാൻ വിളിക്കുന്നുണ്ട്, പക്ഷെ അവിടേക്ക് പോകണമെങ്കിൽ പാടത്തിൻ്റെ ആ സൈഡാണ്, ഭയങ്കര ചളിയാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട്. അടിപൊളി ഫ്രെയിം കണ്ടിട്ട് നിർത്തിയതാണ്, പക്ഷേ എന്താ ഫോണിൽ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണാനുള്ള വ്യൂ അടിപൊളിയാണ്. ചായ കുടിക്കാൻ പോകണ്ടേ? ഇവിടെ നിന്നാൽ മതിയോ? കുടിക്കാൻ പോവാം. ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട്. ഭംഗി ആസ്വദിച്ച് കഴിയില്ല അല്ലേ? ഈ ഒരു പ്രകൃതിയായിട്ട് നമ്മൾ എങ്ങനെ ചായ കുടിക്കും? അതും ശരിയാണ്. ഈ ഒരു പ്രകൃതിയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. കഞ്ചാവ് അതാരാത്? നാട്ടുകാരെന്തൊക്കെ പറയണ്ടല്ലോ. പലതും പറയും, നമ്മൾ ഒരിക്കലും കേൾക്കരുത്. നാട്ടുകാരുടെ അതല്ല നമുക്ക് അത്രേ ഉള്ളൂ. ഞാൻ നടന്നു ആ പാട്ട് വേണ്ടോ? എല്ലാം കിട്ടുന്നുണ്ട്. ഇരിക്കുന്ന എന്തേലും പറയൂ? ഒന്നും പറയാനില്ലേ? വീഡിയോ എടുക്കാതെ ആ സമയം 6 മണി കഴിഞ്ഞു. 6:03 അടിക്കുന്ന ഒരു വെയിലാണ് ഈ കാണുന്നത്. വെയിലെങ്ങനെ ഇതിൽ കാണുന്നത്? വെയിൽ ഇതാണ് ആ വെയിൽ. പക്ഷേ സൺ സ്ലാപ്പ് ചെയ്തു എല്ലാവരും. ഞങ്ങൾ 3 ആള്. 4ാമത്തെ ഒരാളുണ്ട്, പക്ഷേ പിക്ചറിലില്ല, അപ്പുറത്തുണ്ട്. അതാ 4ാമത്തെ ആള്. നല്ല നടത്തടിപൊളിയുണ്ട്, പക്ഷെ വണ്ടി വന്നു. ഓ കൂടെ വരണ്ടോ? നല്ലൊരു മഴ വരണ പോലെ ഉണ്ട്. അപ്പോൾ വേഗം ചായയും കുടിച്ച് അടുത്ത പരിപാടി സെറ്റ് ചെയ്യാൻ നോട്ടെ. അപ്പോൾ ബൈ. സമയത്ത് ഇത്ര ആൾക്കാരും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, നിറയെ ആൾക്കാരാണ് ഇവിടെ. ഇനി ചായ കുടിക്കാൻ നോക്കട്ടെ. 5 ചായ കറക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 5 നമുക്ക് എടുക്കാം. നിനക്ക് വേണ്ടേ? നല്ല വട ഇടുന്നുണ്ട്. പരിപ്പുവട ഉണ്ടാക്കണ്ടല്ലോ. 6:30 ഇന്നിപ്പോൾ ജിമ്മിൽ പോകാം. നേരെ ചായ എണ്ണക്കടിയും കഴിക്കുക, ജിമ്മിൽ പോവാം. പരിപ്പുവട വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ 4 പരിപ്പുവട വന്നു.